വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുത്തിയിരിക്കുന്നവർ അനേകരാണ്. പ്രിയപ്പെട്ടവരുടെ വേദനയോ ദുഃഖമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ആരാധനയോ പ്രാർത്ഥനയോ വചനധ്യാനമോ ഒന്നും അവർക്ക് ആവശ്യവുമില്ല. സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് പാപത്തിൽ മരിച്ച് അസാൻമാർഗിക പ്രവൃത്തികളിൽ കൂടി സ്വന്തം ശരീരത്തെ ചതച്ച് മുറിപ്പെടുത്തി അവർ ജീവിക്കുന്നു. ഈ ജീവിതം എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് ആർക്കും അറിയില്ല. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് കല്ലറകളിൽ പാർപ്പുറപ്പിച്ച ഗദരദേശത്തിലെ ഭൂതബാധിതനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് ലൂക്കോസ് 8:26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവൻ ആരുമായും ഒരു ബന്ധവുമില്ല. ബന്ധമുള്ളത് മരിച്ച് നാറ്റം വെച്ച് ജീർണിച്ച് ശവക്കല്ലറകളിൽ കിടക്കുന്നവരുമായി മാത്രം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു എന്ന മർക്കോസ് 5:5 പറയുന്നത്. യേശു ആരെന്ന് മനസ്സിലാക്കിയ അവൻ നിലവിളിക്കുന്നത്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നെ ഉപദ്രവിക്കരുത്. ലൂക്കോസ് 8:28. അശുദ്ധാത്മാവിനോട് അവനെ വിട്ടുപോകുവാൻ യേശു കൽപ്പിച്ചു. അപ്പോൾ അവർ അപേക്ഷിക്കുന്നത് പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്നാണ്. പാതാളം അശുദ്ധാത്മാക്കളുടെ തടവറയാണ്. തടവറയിലേക്ക് വിടാതെ പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കണമെന്നുള്ള അപേക്ഷ യേശു അനുവദിച്ചു. എന്തുകൊണ്ട് യേശു അശുദ്ധാത്മാക്കളെ തടവിലാക്കിയില്ല? അതിന് സമയമായിട്ടില്ല എന്ന ഉത്തരം. ദുഷ്ടാത്മാക്കൾക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ദൈവം അനുവദിച്ചു നൽകിയിരിക്കുകയാണ്. സാത്താൻ്റെ മേലുള്ള കർത്താവിൻ്റെ അന്തിമ വിജയത്തിനൊരു സമയമുണ്ട്. അതിന് സമയമായിട്ടില്ല. അതുകൊണ്ട് അനീതി ചെയ്യുന്നവരും പാപികളും ശിക്ഷ അനുഭവിക്കാതെ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അവരുടെ നാശത്തിന് കർത്താവ് ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രക്ഷിക്കപ്പെടുവാനുള്ള നാളുകളാണ്. എല്ലാ പാപികളും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നൽപാപ വഴികളിൽ നിന്ന് വിട്ടുമാറാതിരുന്നാൽ ദൈവത്തിൻ്റെതായ സമയത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നീക്കിക്കളയും. ഈ മനുഷ്യൻ്റെ സൗഖ്യത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന്, യേശു നമുക്ക് സ്വസ്ഥത നൽകുന്നു. യേശു ആരെന്ന് ഭൂതത്തിന് അറിയാമായിരുന്നു. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന അവൻ യേശുവിനെ വിളിക്കുന്നത് 8:28. ഭൂത യേശുവിനോട് ചോദിക്കുന്നത്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അതായത്, ഞാൻ ഈ മനുഷ്യനിൽ വസിക്കുന്നത് കൊണ്ട് നിനക്കെന്ത് പ്രശ്നമാവുള്ളത്? ഞാൻ അവനിൽ തന്നെ വസിച്ചുകൊല്ലാം. യേശു അത് അനുവദിക്കുന്നില്ല. ഭൂതം അവനിൽ വസിക്കുന്നിടത്തോളം അവൻ അസ്വസ്ഥനായിരിക്കും എന്നും രാത്രിയും പകലും നിലവിളിച്ചുകൊണ്ട് നടക്കുമെന്നും യേശു അറിയാമായിരുന്നു. അതിനാൽ അവന് സ്വസ്ഥത നൽകണമെന്ന് യേശു തീരുമാനിച്ചു. നമ്മിൽ പലരും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവരാ. നാളെയെക്കുറിച്ച് വിചാരപ്പെട്ടും മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചും അവരുടെ വഴിപിടിച്ച ജീവിതത്തെ ഓർത്ത് കരഞ്ഞും ജീവിക്കുന്നവരാണോ? എങ്കിൽ യേശു പറയുന്നത്, നിന്റെ ഭാരവുമായി എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. 2, യേശു നമ്മോട് കരുണ കാണിക്കുന്നു. കർത്താവ് കരുണ കാണിച്ചത് ഭൂതബാധിതനോട് മാത്രമല്ല, ഭൂതങ്ങളോടും കരുണ കാണിച്ചു. ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത് എന്ന് അവരപേക്ഷിച്ചു. കർത്താവ് സമ്മതിച്ചു. കർത്താവിൻ്റെ കരുണ എല്ലാവർക്കും നൽകുന്നു. ഭൂതബാധിതനെ സൗഖ്യമാക്കി കരുണ കാണിച്ചു. ഭൂതങ്ങളെ ബന്ധനസ്ഥരാക്കാതെ പന്നികളിലേക്ക് പോകുവാൻ അനുവദിച്ചുകൊണ്ട് കരുണ കാണിച്ചു. സ്നേഹിക്കുന്നവരോട് മാത്രമല്ല, ഉപദ്രവിക്കുന്നവരോടും കരുണയുള്ളവനാണ് നമ്മളുടെ കർത്താവ്. തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് ശിഷ്യന്മാരിൽ ഒരാൾ വാളുകൊണ്ട് അറുത്തപ്പോൾ ആ കാത് തൊട്ട് സൗഖ്യമാക്കി കരുണ കാണിച്ചവനാ നമ്മുടെ കർത്താവ്. ലൂക്കോസ് 22:50-51 വാക്യങ്ങൾ. ഇന്ന് നാം ഭൂമിയിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം കർത്താവിൻ്റെ കരുണ ഒന്ന് തന്നെയാണ്. 3, യേശു നമ്മെ ശുദ്ധീകരിക്കുന്നു. ഭൂതം വിട്ട സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു എന്ന് 8-ാം അധ്യായം 35 വായിക്കുന്നു.
കല്ലറയിൽ പാർത്തിരുന്നവൻ, വസ്ത്രം ധരിക്കാതെ ജീവിച്ചവൻ ഇപ്പോൾ വിശുദ്ധനായ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു എന്നത് അവനിലുണ്ടായ ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. യെഹെസ്കേൽ 36:25 കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അതെ, നമ്മെ സകല പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് ശുദ്ധീകരിക്കുന്ന വേലയാ കാൽവരി കുരിശിൽ നടന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നതിനായി നാം ഒന്ന് ചെയ്താൽ മതി, ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരിക്കുക. വിശുദ്ധി പ്രാപിച്ചവർക്ക് മാത്രമേ കർത്താവിനെ കാണുവാൻ കഴിയൂ. മത്തായി 5:8. കർത്താവേ, സ്വയം മുറിവേൽപ്പിച്ചും മറ്റുള്ളവരെ മുറിപ്പെടുത്തിയും യാത്ര ചെയ്യുന്ന എന്നെയും നീ ഒഴുക്കിയ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ആമേൻ. ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ, പച്ചപ്പുൽ പൂരങ്ങളിലും ചെങ്കടലിൻ നടുവിലും ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ. കാൽവരി കുരിശിന്റെ സ്വന്ത ജീവനേകിയതാൽ നിത്യജീവൻ ഞങ്ങൾക്കേകും നിൻ മഹാത്യാഗം. കാൽവരി കുരിശിന്റെ സ്വന്ത ജീവനേകിയതാൽ നിത്യജീവൻ ഞങ്ങൾക്കേകും നിൻ മഹാത്യാഗം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം.